ഏതായാലും ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിച്ചാൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതിനോടൊക്കെ ഹരമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്സിജൻ്റെ അളവ് കുറവുണ്ട്. അതായത് മീൻ മേളിൽ വന്ന് ഇങ്ങനെ ഓക്സിജൻ പിടിക്കുന്നത് ഉണ്ട്. ഓക്സിജൻ പിടിക്കുന്നത് നമ്മൾ നേരത്തെ ഈ ഫിൽറ്റർ ചെയ്തായിരുന്നു കേട്ടോ. ഈ മീന് വേണ്ടി ഫിൽറ്റർ ചെയ്തായിരുന്നു. കളർ മീനാണ്. നമ്മുടെ മീനെന്ന് കാണിച്ചത്. ഒരു മാസമായിട്ട് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ കൊടുക്കും 3 നേരം. ഫിൽറ്റർ ഉപയോഗിക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അന്ന് യൂട്യൂബിൽ ഈ ഫിൽറ്റർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൊണ്ട് ഒരുപാട് പേര് ഇതേലെ ഫിൽറ്റർ ചെയ്തായിരുന്നു. അങ്ങനെ ഒരു പയ്യൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ കോഴിക്കോടാന്ന് തോന്നുന്നു. പയ്യനെ തന്നെ വാട്സാപ്പിൽ അവസാനമായിട്ട് എനിക്ക് വീഡിയോ അയച്ചു. മെസ്സേജ് അയച്ചു. അവൻ്റെ വീഡിയോ മീൻ ചത്തുമായിരുന്നു. അവരുടെ വീട്ടിൽ ഫിൽറ്റർ കറണ്ട് ഇല്ലാതെ വന്നു. ഫിൽറ്റർ ഓഫായി. അങ്ങനെ ഫിൽറ്റർ വർക്കല്ലാതെ ഓക്സിജൻ ഇല്ലാതെ മീൻ ചത്തുമായിരുന്നു. എന്നിട്ട് ഞാൻ അതിനുശേഷം കണ്ടിന്യൂ അങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു. ഫിൽറ്റർ ഓൺ ആക്കത്തില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ ഡെയിലി 2-3 മണിക്കൂറൊക്കെ. ഇപ്പോൾ 2-2 കൂടുതലായത് ഫിൽറ്റർ കണ്ടിന്യൂ ഓഫ് ആക്കിയിട്ടേക്കുക. പക്ഷെ ഇന്നലെ എൻ്റെ 2 മീൻ കാർപ്പ് 2 എണ്ണം ചത്തുപോയി. ഞാൻ വെച്ചാൽ ടാങ്ക് ക്ലീൻ ചെയ്യാൻ അന്ന് ചെയ്ത് വെച്ച ഫിൽറ്റർ ഇതാ കേട്ടോ. അടിപൊളി ഫിൽറ്റർ ആയിരുന്നു. നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ബാക്ക് വാഷിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് മോട്ടർ തന്നെ അവസാനം കാണിച്ചു തരാം. ഓണാക്കി കഴിഞ്ഞാൽ അഴുക്ക് മൊത്തം ഈ വെള്ളം വീഴുന്ന കാണിച്ചു തരാം. ടാങ്കിലെ അഴുക്ക് മൊത്തം പിടിച്ച് വെളിയിൽ കളഞ്ഞോളൂ. എന്നിട്ട് പുതിയ വെള്ളം നിറയ്ക്കാൻ. ഇനി പൂർണ്ണമായിട്ടും പറ്റിക്കരുത്. പൂർണ്ണമായിട്ടും പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ ചാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അങ്ങ് പറ്റിച്ചിട്ട് പുതിയ വെള്ളം നിറയ്ക്കാനാണ്. ഡെയിലി 2-3 മണിക്കൂർ നമ്മൾ ഫിൽറ്റർ ഇട്ടിട്ട് ഇതുപോലെ ബാക്ക് വാഷ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ പ്രശ്നം വരത്തില്ല. കണ്ടിന്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഫിൽറ്റർ ഓഫായി പോകും. പിന്നെ മീൻ ചത്തുപോകാനും സാധ്യത കൂടുതലാണ്. ഇനി വെള്ളം പറ്റി കഴിഞ്ഞിട്ട് ഫിൽറ്ററും ഞാൻ വെച്ച മോട്ടർ ഏതാണെന്ന് കാണിച്ചു തരാം. വെള്ളം നിറയ്ക്കാം. ഗോൾഡ് ഫിഷ് ഇതിന് പപ്പിക്കുട്ടി എന്നാ പറയുന്നത്. വേറെ വല്ല പേരുണ്ടോന്ന് അറിയത്തില്ല. കാർപ്പൊക്കെ വളർന്നു കേട്ടോ. അന്ന് ചെറിയ കാർപ്പല്ലായിരുന്നു. കാർപ്പൊക്കെ വളർന്നിട്ടോ. മേലോട്ട് വരുന്നില്ല കാർപ്പ്. കാർപ്പ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. വൈറ്റ് കാർപ്പ് വേണ്ട. ഇതൊക്കെ ഒരു ചെറുതായിരുന്നു മേടിച്ചപ്പോൾ കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ആ കാർപ്പ് എല്ലാം വളർന്നിട്ടുണ്ട്. എന്താ ബ്ലാക്ക് കാർപ്പ്, അതൊക്കെ ചെറിയ കാർപ്പായിരുന്നു. അതൊക്കെ വളർന്നു നല്ല രീതി. വൈറ്റ് കണ്ടിരിക്കുന്നു. കാർപ്പെന്നല്ല, ഇതിന് വേറെ കണ്ടൊക്കെ പേര് പറയുന്നുണ്ട് കേട്ടോ. എന്തെന്തോ കാർപ്പെന്നോ സിൽക്കിന്നോ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. നമുക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പറയുന്ന പേര് കാർപ്പ്, ഗോൾഡ് ഫിഷ് ഇങ്ങനെയൊക്കെ പറയുന്ന ആ പേരെ നമുക്ക് അറിയത്തുള്ളൂ. അതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് എഴുതിയേക്കണം. ഉണ്ട് മേളിൽ ഇങ്ങനെ ലൈറ്റ് പോലെ ലൈൻ കണ്ടോ. കാണാൻ പ്രത്യേക രസമാണ്. ഇതുപോലെ കലക്കി കൊടുക്കണം. കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് പോയിക്കോളും. നല്ല അഴുക്കുണ്ട്. ഇത്രയും മീനുകളുണ്ട്, വേസ്റ്റ് കൂടുതൽ. വെള്ളം തീരാറായി ഏറെക്കുറെ. നല്ല അഴുക്കുണ്ട് വെള്ളത്തിൽ. ഇടയ്ക്കൊന്ന് കലക്കി കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് അഴുക്കങ്ങ് പോയിക്കോളും. എന്നിട്ട് പുതിയ വെള്ളം നിറയ്ക്കാം. വെള്ളം തീരാറായി. നല്ല കലങ്ങിയ വെള്ളമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെള്ളം പൂർണ്ണമായിട്ടും പറ്റിക്കുന്നില്ല കേട്ടോ. പുതിയ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ ചിലപ്പം മീൻ ചത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വെള്ളം പറ്റിക്കുന്നില്ല. ഇനിയിപ്പം ഫിൽട്രേഷൻ നടത്തി ഇതെങ്ങനെ ഫിൽട്രേഷൻ നടക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാണ്ട്. ഇത് കണ്ടോ, ബാക്ക് വാഷിന് വേണ്ടിയായിട്ട് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇതങ്ങോട്ട് അടച്ചു കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഉപയോഗിക്കാതിരുന്നത് ഇവിടെ ഇങ്ങനെ ലീക്കായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരാരോ പിടിച്ചത് അനങ്ങിയതാണ്. അതായത് ഇനിയിപ്പം ഇത് അടച്ചു കഴിയുമ്പോൾ ഇത് നിറഞ്ഞാണ്ട് ഇതിനകത്ത് കാണിച്ച്. അതുകൊണ്ട് നമ്മൾ മെറ്റിലുമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ. ഇപ്പൊ ഇതിനകത്ത് അടിയിൽ പോയിട്ട് വെള്ളം ഫിൽറ്ററായിട്ട് മേളോട്ട് തെളിഞ്ഞു വന്നിട്ട് ഈ ഓവിൽ കൂടെ നേരെ അതിനകത്ത് വീഴും. അന്നേരം മീന് വേണ്ട എയറേഷനും നടക്കും, വെള്ളം ഫിൽറ്ററും ആവും. ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെ നിറഞ്ഞു വരുന്നത്. നിറഞ്ഞോണ്ടിരിക്കുക. നിർത്തുന്നതിന് മുമ്പ് ഇതങ്ങ് ഊരി വിട്ടങ്ങ് ബാക്ക് വാഷാണ്. അതുകൊണ്ട് ഇങ്ങനെ ഊരി ഇടുമ്പോൾ അഴുക്ക് ഇറങ്ങി വരും. ഇപ്പൊ കണ്ടോ ഇതുവരെയുള്ള അഴുക്ക് കണ്ടോ. നല്ല അഴുക്കുണ്ട്. ഇങ്ങനെ ബാക്ക് വാഷ് ചെയ്യുന്നത്. ഇപ്പൊ നിറയും. ഇപ്പൊ കാണിച്ചു തരാം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫിൽട്രേഷൻ എങ്ങനെ നടക്കുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടോ. ഇപ്പൊ വെള്ളം കണ്ടോ, അടിയിൽ നിന്ന് വെള്ളം ഫിൽട്ടറായി മേളോട്ട് വരിക. മേളോട്ട് വന്ന് ഇത് നിറഞ്ഞ് കണ്ട് ഈ ഓവിന്റെ അടുത്ത് വരുമ്പോൾ അതിനകത്തോട്ട് വെള്ളം വീഴും.
ഉപയൊക്കെ ഇതുകൊണ്ട് ഇച്ചിരി അഴുക്കുണ്ട്. മാറ്റി നമ്മൾ ഉപയോഗിച്ച ഫിൽറ്ററാണെന്ന് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ യൂട്യൂബ് ചാനലിൽ അന്നെല്ലാം ഫിൽറ്ററും മോട്ടറും എല്ലാം പരിചയപ്പെടുത്തി കേട്ടോ. കാരണം മോട്ടർ ഉണ്ട്, ഇത് ഇപ്പോൾ പാല് പിടിച്ചിരിക്കുക. മോട്ടർ ഇതാ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന മോട്ടറാണ്. ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്തില്ല. അപ്പോൾ അതിനുള്ള സമയമില്ല, അതൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. വലിയ ദിവസം ചെയ്യാം. നമ്മുടെ ഫിൽട്രേഷൻ നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ വെള്ളം അടിയിൽ പോയിട്ട് മെറ്റലിൻ്റെ മണ്ടയ്ക്കൂടെ വെള്ളം ഊർന്ന് മേളിൽ വന്ന് ക്ലിയർ ആയിട്ട് മേളിൽ കയറി വരും. വന്ന് ഇതിനകത്തോട്ട് വെള്ളം ഫിൽറ്റർ ആകും. ഇപ്പം അഴുക്കാണ്ട് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഇട്ട് കഴിയുമ്പോൾ വെള്ളം ക്ലിയർ ആവും. ഈ അഴുക്ക് മൊത്തം ഇഞ്ഞ് വരും. എന്നാൽ ഈ നിർത്തുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് ബാക്ക് വാഷ് ചെയ്യുക. ഇതാണ് ഒരു കാണിച്ചു തരാം. ഇനി അടുത്തത് ഇപ്പം അഴുക്കാണ്, ഇത്ര നേരത്തെ അഴുക്ക് കാണിച്ചു തരാം. ഇപ്പം താങ്ങിയാൽ അഴുക്കായണ്ടേ, കണ്ടോ നല്ല അഴുക്കുണ്ട്. കണ്ടോ അഴുക്കുണ്ടോ, കാണാം അഴുക്ക്, നല്ല അഴുക്കുണ്ട്. കണ്ടോ ഒരു 2 മണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ ഇത് ടാങ്ക് മുഴുവൻ അഴുക്കുഞ്ഞ് പോകും. ഇപ്പൊ ഫിൽട്രേഷന്റെ പരിപാടി മനസ്സിലായല്ലോ. ഇത് വേറെ ഒന്നുമില്ല, മോട്ടർ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന മോട്ടർ. ആ മോട്ടർ വഴി വെള്ളം വന്നിട്ട് ഈ നെറ്റിന്റെ അടിയില, ഇതിനകത്ത് നെറ്റിന് അറച്ചത് നെറ്റിന്റെ അടിയില. അതിന്റെ മണ്ടയ്ക്ക് വേറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ചരിച്ചു വരാനുള്ള സംഭവം. അതിന്റെ മണ്ടയ്ക്ക് നെറ്റിലിട്ട് ആ ഇതിൽ കൂടെ എല്ലാം ഊർന്ന് തെളിഞ്ഞ വെള്ളമായി ഫിൽറ്ററിൽ കൂടെ വീഴുന്നത്. അന്നേരം മീന് വേണ്ട ഫിൽട്രേഷൻ നടക്കും, എയർ സർക്കുലേഷൻ നടക്കും, വെള്ളം ഫിൽട്രേഷനും ആവും. അന്നേരം മീനിന്റെ വേസ്റ്റ് അമോണിയ മൊത്തം ഇതിനകത്ത് കിടന്നുള്ളൂ. അന്നേരം ബാക്ക് വാഷ് ചെയ്ത് കളയും. ഇതതിന്റെ പരിപാടി. 1 വർഷത്തോളം ഇത് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ റീസെറ്റ് ചെയ്യേണ്ട സമയമായി. മൊത്തം മെറ്റിലൊക്കെ എടുത്ത് കഴുകി പുതിയതായിട്ട് ഇനി സെറ്റ് ചെയ്യേണ്ട സമയമായി. അതിന് സമയം പോലെ ഒരു ദിവസം ചെയ്യുക. അന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിടാം. അന്നേരം ആദ്യമായിട്ട് ഒരുപാട് നമ്മുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ സബ്സ്ക്രൈബർ കുറവാണ്. എന്നാലും എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നര ഇത് റീസെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്യാം. അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങളുടെ ഒരു 2 കാർപ്പ് മരിച്ചുപോയി. പിന്നെ ഒരു ഷാർക്കുണ്ട് ഇതിൻ്റെ അടിയിൽ, അത് മേലോട്ട് വരുത്തില്ലത്. അതിൽ ഇനിയിപ്പം 3/4% വെള്ളം നമ്മൾ കളഞ്ഞുള്ളൂ. പുതിയ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഉള്ള വെള്ളം സെറ്റ് ചെയ്യണം. ഒരു 2-3 മണിക്കൂർ ഇനിയിപ്പോൾ ഇത് ഓണാക്കി ഇട്ടേക്കും. ഇത് ബാക്കിയുള്ള വെള്ളം കൂടെ ക്ലിയർ ആവും. എയറിൻ്റെ കാര്യവും ക്ലിയർ ആവും. ഡെയിലി ഒരു 2-3 മണിക്കൂർ ഓണാക്കിയാൽ മതി. അതിൽ കൂടുതൽ ഓണാക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ടാകും. അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ കറണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ മീൻ ചത്തുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ ഈ ഫിൽറ്റർ ചെയ്ത സെറ്റിങ്ങിൻ്റെ കണ്ട് കുറേ പേര് എനിക്ക് ചെയ്തിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജൊക്കെ അയച്ചായിരുന്നു. അന്ന് അങ്ങനെ ഒരാൾക്ക് പറ്റി അബദ്ധം ഈയിടെ എനിക്ക് 1 മാസത്തിന് മുന്നേ മെസ്സേജ് ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അയച്ചു തന്നായിരുന്നു. അതിപ്പോൾ ഏതാ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, അറിയുന്നില്ല. അല്ലെങ്കിൽ ആ ഫോട്ടോ പയ്യനെ ഞങ്ങൾ പരിചയപ്പെടുത്തായിരുന്നു. ഏതായാലും ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിച്ചു തരാം എങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതിനോടൊക്കെ ഹരമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പുതിയ ഒരുപാട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, യൂട്യൂബിലായാലും എല്ലാത്തിലും. അന്നേരം ഓക്കെ ബൈ.